എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. പിന്നെ ഇന്നലെ നമ്മൾ കേട്ടത് അതിദാരുണമായ ഒരു സംഭവമായിരുന്നു. കാരണം ലൈംഗിക അതിക്രമം എന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടയാൾ മാനം സൂക്ഷിക്കാൻ വേണ്ടി, കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ എവിടെയോ എന്തോ ഒരു വിഷമം തോന്നുന്നുണ്ട്. നമ്മുടെ സമൂഹം ഇങ്ങനെയൊക്കെയാണ്. വൈറലാവാൻ വേണ്ടിയിട്ട് ഒരാളെ കൊല്ലാനോ അല്ലെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്യാനോ മടിയില്ലാത്തൊരു സമൂഹമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി എങ്ങനെ ഇതിൽ നിന്ന് ആൾക്കാർ മുക്തരാകുമെന്ന് അറിയില്ല. കാരണം ഏത് വഴിക്കെയും ഏത് വിധേനയും വൈറലാവുക, നാലാൾ അറിയുക, ആ ഒരു രീതിയിലേക്ക് നമ്മുടെ പൊതുസമൂഹം എത്തിക്കഴിഞ്ഞു. ഒരുപാട് ന്യൂസുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ എത്രയോ ആൾക്കാർ റീൽസിന് വേണ്ടി സ്വയം അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ നമ്മളിപ്പം ഈ ബസ്സിലത്തെ അതിക്രമം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടും ഓടി വരുമെന്ന് പറഞ്ഞാൽ സവാദിൻ്റെ ആ പ്രശ്നമാണ്. സവാദിൻ്റെ ആ പ്രശ്നം വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ അനുകൂലിച്ചിട്ടും പ്രതികൂലിച്ചിട്ടും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ അതിന് പ്രതികൂലിച്ചിട്ടാണ് സംസാരിച്ചത്. കാരണം ഒരു ബസ്സിൽ പോകുമ്പോൾ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഓരോ വ്യക്തികൾക്കും അവരുടേതായ വ്യക്തിത്വമുണ്ട്. നമ്മുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുക എന്നതാണ്. അത് ഈ സവാദിൻ്റെ ആ പ്രശ്നം വന്നപ്പോൾ നമ്മുടെ പൊതുസമൂഹം ഒന്നായിട്ട് തന്നെ ഈ ബസ്സിൽ പോകുന്ന സ്ത്രീകൾ ഈ രീതിയിൽ ആക്രമിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ അതിക്രമം നടത്തുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുസമൂഹത്തിൽ ധാരാളം ആൾക്കാർ സവാദിനെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതിക്രമത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ആ സ്പോട്ടിൽ തന്നെ സവാദിനെ അനുകൂലിച്ചുകൊണ്ട് മെൻ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ കണ്ടതാണ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലുള്ള അതിക്രമങ്ങൾ ധാരാളം സ്ത്രീകൾ നേരിട്ടിട്ടുണ്ട്, ഇനിയും അങ്ങോട്ട് നേരിടാം. ഈ ഒരു പ്രശ്നം, ഈ ഒരു ആത്മഹത്യ കൊണ്ടോ അല്ലെങ്കിൽ സവാദിൻ്റെ അറസ്റ്റ് കൊണ്ടോ ഒന്നും നിൽക്കാൻ വേണ്ടി പോകുന്നില്ല. എനിക്ക് ഈ ബസ്സിൽ പോകുമ്പോൾ ഇതുപോലുള്ള അതിക്രമം നടന്ന നേരിട്ടുള്ള ഒരു അനുഭവമുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. ഓക്കെ. ഇപ്പം നമ്മുടെ കോഴിക്കോട് അത്തോളിയിൽ ജീവിക്കുന്ന ദീപക് എന്ന പയ്യൻ, 38 വയസ്സുകാരൻ, ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഈ ബസ്സിലത്തെ അതിക്രമം, ബസ്സിൽ ലൈംഗിക അതിക്രമം കാണിച്ചു എന്ന് മറ്റേ ആ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം അല്ലേ. ഫസ്റ്റ് സൈറ്റിൽ ദീപക് മിസ്യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് തോന്നുന്നു. പക്ഷേ പിന്നീട് അത് സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് ദീപക് ബസ്സിൽ ആണുങ്ങൾ ഇറങ്ങുന്ന ബാക്കിലൂടെയാണ് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇത്രയും ബാക്കിലേക്ക് വന്നിട്ട് ഈ വീഡിയോ എടുക്കാൻ മാത്രം അവൾ ബാക്കിലേക്ക് വന്നിട്ട് അയാളുടെ കൈക്ക് ഏകദേശം തൊടുന്ന രീതിയിൽ തന്നെ എക്സ്പോസ് ചെയ്ത് തട്ടാനും മുട്ടാനും ഒക്കെ അവൾ തന്നെ മുൻകൈ എടുക്കുന്ന പോലെയായിട്ടാണ് തോന്നിയത്. അല്ല, ഇങ്ങനെയും വൈറലാക്കാം അല്ലേ. നമ്മൾ ഈ അല്ലെങ്കിൽ അല്ലേ ബ്രസ്റ്റ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് പാലൂട്ടുന്ന അതാണ് മാറിടം. അതേ മാറിടം തന്നെ ഒരാളുടെ ആയുസ് എടുക്കാനും ഉതകും എന്ന് ഇന്നലത്തെ ആ വീഡിയോനോടെ മനസ്സിലായി. എന്തൊരു നരാധമമായ മനസ്സാണ് ഇവരുടെയൊക്കെ. ഈ പെണ്ണ് ഷിംജിത എന്ന് പറഞ്ഞ ഈ പെണ്ണ് ഒരു ജനപ്രതിനിധിയാണ്. ഒരു ജനപ്രതിനിധിയൊക്കെ പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഇടപെട്ട് അധികം ആ വിഷയം വഷളാക്കാത്ത രീതിയിൽ പ്രശ്നം പരിഹരിച്ചിട്ട് പ്രശ്നം സോൾവ് ചെയ്തിട്ട് എല്ലാവരെയും സമാധാനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു വ്യക്തിയാണ് ജനപ്രതിനിധി എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് മെമ്പറായിട്ട് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് ഈ ഷിംജിത എന്ന് പറയുന്ന വ്യക്തി. അവരാണ് ഈ സമൂഹ മാധ്യമത്തിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ അതുപോലെ തന്നെ ഫേസ്ബുക്കിലോ യൂട്യൂബിലൊക്കെ വൈറലാകാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. ഈ മരണപ്പെട്ട അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി ഒരു സെയിൽസ്മാനാണ്. അദ്ദേഹത്തിന് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ, ഒറ്റ മോനാണ്. ആ മോനാണ് ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു വൈറൽ വീഡിയോ കാരണം നഷ്ടപ്പെട്ടത് ആ അച്ഛനും അമ്മക്കുമാണ്. അല്ലാണ്ട് ആർക്കാണ് നഷ്ടം? ആയിരിക്കില്ല. നമ്മളൊക്കെ പ്രതികരിക്കുന്നത് ഇന്നുകൊണ്ടല്ല നാളെ കൊണ്ടോ നമ്മൾ ഈ പ്രതികരണം അവസാനിപ്പിക്കും. നമ്മളെ സമൂഹം അങ്ങനെയാണ്, ഇതുവരെ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. ആരും ഫോർ എവർ ഇതിൻ്റെ പുറകെ പോവില്ല. പക്ഷേ
എന്നേക്കുമായിട്ട് നഷ്ടം സംഭവിച്ചിരിക്കുന്നത് അച്ഛനമ്മക്കൊന്നു. അവരുടെ ഈ വേർപാട്, അവരുടെ ഈ വേദന ആര് കാണും? ഈ ദീപക് എന്ന് പറഞ്ഞ വ്യക്തി ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്ത് ആൾക്കാർ കണ്ടപ്പോൾ അത്ര വലിയ വിഷയമൊന്നും ആക്കിയിട്ടില്ല അത്രേ. പിന്നെ രണ്ടാമതും ഇത് എഡിറ്റ് ചെയ്ത് ഇട്ട് വൈറലായിട്ട് എല്ലാവരും ദീപകിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇദ്ദേഹം മാനസികമായിട്ട് തകർന്നതും. അച്ഛനും അമ്മയും ചോദിച്ചിട്ട് പോലും എന്താണ് കാര്യം എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ ഇങ്ങനൊരു വിഷമമുണ്ടെന്ന്. അതും പറഞ്ഞിട്ടാണ് ആത്മഹത്യ ചെയ്തത്. ഇപ്പം നോക്കൂ, സവാദ് പിടിച്ചിരിക്കുന്നത് ഇതേ പ്രശ്നത്തിലാണ്. സ്ത്രീയോട് അതിക്രമം കാണിച്ചു എന്നുള്ള പ്രശ്നത്തിലാണ്. അത് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു ആ വീഡിയോ. സവാദ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. സെയിം കേസ് ഒരുപാട് ആൾക്കാർ പിടിക്കപ്പെട്ടിട്ടുണ്ട്, അവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇതേ മനക്കെട്ടി ഉണ്ടാവണമെന്നില്ല. ആത്മാഭിമാനം എന്ന് പറയുന്നില്ലേ, പണ്ടിലെ ആൾക്കാർ പറയും ആത്മാഭിമാനം, മാനം എന്നുള്ളത് ഒരു കടുമണി പോലെ അത്രേ ഉണ്ടാവുള്ളൂ. അത് നഷ്ടപ്പെട്ടു പോയതാണ്. പിന്നെ തിരിച്ചു പിടിക്കാണ്ട് പറ്റുക. അത് താങ്ങാൻ പറ്റാത്തവർ ആത്മഹത്യയിൽ അഭയം തേടും. അതാണ് ഇപ്പോൾ ദീപക് ചെയ്തിരിക്കുന്നത്. ദീപക് ജീവനോടെ നിന്നിട്ട് ഇതിനെതിരെ പ്രതികരിക്കണമായിരുന്നു, പൊരുതണമായിരുന്നു. പക്ഷെ അത്രയും മനക്കെട്ടി ഈ വീഡിയോ ഇട്ട് വൈറലാക്കി ഈ സ്ത്രീയുടെ അത്രയും മനക്കെട്ടി അദ്ദേഹത്തിന് ഇല്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു പുരുഷന്മാർക്ക് വേണ്ടി ആരും സംസാരിക്കാനില്ല, ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെയാണ്, അപ്പോൾ പുരുഷന്മാർക്ക് ഒരു അസോസിയേഷൻ വേണം. അല്ല സഹോദരങ്ങളെ, നിങ്ങളൊക്കെ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലും ആണുങ്ങളുണ്ട്. അവർക്കൊക്കെ ഇപ്പം ദീപകിനെ പോലെ എന്തെങ്കിലും അപവാദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വേദനിക്കുന്നത് പോലെ തന്നെ നമ്മളും വേദനിക്കും. നമ്മുടെ കുടുംബത്തിലും ഇല്ലേ ആണുങ്ങളൊക്കെ, അവരെയൊക്കെ നമ്മളൊക്കെ സ്നേഹിക്കുന്നില്ല. അവരെ പോലെ തന്നെയാണ് നിങ്ങളും. നമ്മളെ കുടുംബത്തിലെ ആൾക്കാർ വേറെ, അല്ലെങ്കിൽ മറ്റുള്ള ആണുങ്ങൾ വേറെ ഒന്നുമില്ല. നിങ്ങളൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്. നിങ്ങളെങ്ങനെയാണ് വേറിട്ട് കാണാൻ കഴിയുക? ഇപ്പോൾ ദീപകിന് വരുന്ന ഈ ഒരു പ്രശ്നം, അത് നമ്മുടെ കുടുംബത്തിലത്തെ ഒരു പയ്യന് പറ്റിയതുപോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നേരെ മറിച്ച് സവാദ് ചെയ്തതാണെങ്കിലോ അല്ല, നമ്മുടെ സമൂഹം ഒന്നടങ്കം എന്താ പറയുക, പ്രതികരിക്കേണ്ട ഒരു സംഭവമായിരുന്നു. നല്ലതും ചീത്തയും നമ്മൾ മനസ്സിലാക്കണം, അതിനെതിരെ പ്രതികരിക്കണം. അതെല്ലാവരും ചെയ്യേണ്ടതാണ്. ഞാൻ ഓരോ ആൾക്കാരുടെയും ഓരോ വ്യക്തികളുടെയും വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും മുഴുക്കെ തെരുവറിയാണ് ആ ഷിംജിത എന്ന് പറഞ്ഞ സ്ത്രീക്ക് നേരെ. അവരത് അർഹിക്കുന്നുണ്ട്. കാരണം ഒരു പാവം പിടിച്ചൊരു പയ്യനെ സ്വന്തം വീഡിയോ വൈറലാക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് ആ കുടുംബത്തെ, ആ പയ്യനെ ആത്മഹത്യയിലേക്ക് നയിച്ച് ആ കുടുംബത്തെ അനാഥമാക്കിയപ്പോൾ, അച്ഛനും അമ്മയും ഒറ്റപ്പെടുത്തിയപ്പോൾ ഷിംജിത എന്ന് പറഞ്ഞ സ്ത്രീ എന്ത് നേടി? വൈറലായി. നമ്മൾ ഈ സമൂഹത്തിൽ രണ്ട് രീതിയിൽ പ്രസിദ്ധി നേടും. ഒന്ന് പ്രസിദ്ധിയും മറ്റൊന്ന് കുപ്രസിദ്ധിയുമാണ്. ഷിംജിത ഇപ്പോൾ വൈറലായത് കുപ്രസിദ്ധിയിലൂടെയാണ് അല്ലേ? എന്തൊക്കെയോ ആവണമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുത്തു, വീഡിയോ അപ്ലോഡ് ചെയ്തു, എന്തൊക്കെയോ ആയിത്തീർന്നു. ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയൊക്കെ സംഭവിക്കും. അന്നേരം ഇതുപോലെ കുറേ പ്രതികരണങ്ങൾ വരും. എന്താ പറയുക, കുറേ ആൾക്കാർ അനുകൂലിച്ചു, കുറേ ആൾക്കാർ പ്രതികൂലിച്ചിട്ടൊക്കെ വരും. ഈ സ്ത്രീയെ തന്നെ ആരും ഒന്നും പറയാണ്ട് പാടില്ല. ചിലപ്പോൾ ആത്മഹത്യ ചെയ്യപ്പെടാം. അതുകൊണ്ട് ഇനി അവളെക്കുറിച്ച് ആരും പറയരുത്, അവൾക്കെതിരെ പ്രതികരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ കുടുംബത്തിലെ ആണുങ്ങൾക്ക് ഇതുപോലുള്ളൊരു അവസ്ഥ വരണം. അപ്പോൾ മനസ്സിലാകും പ്രതികരിക്കണോ വേണ്ടയോ എന്നുള്ളത്. നിങ്ങൾ വീഡിയോ എടുത്തോളൂ, അത് ഏത് വിധേനയും വൈറലാവാൻ എന്നുള്ള രീതിയിൽ എടുക്കാൻ വേണ്ടി പാടില്ല. മറ്റൊരാളുടെ ജീവൻ വെച്ചിട്ട് കളിക്കാൻ വേണ്ടി പാടില്ല. ഇപ്പം നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഒരാൾ നമ്മുടെ ശരീരത്തിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ, തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ തൊട്ടോ എന്ന് പറഞ്ഞിട്ട് നിൽക്കൂലല്ലോ, നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കും അല്ലേ? സ്പോട്ടിൽ പ്രതികരിക്കും. ഞാനൊക്കെ അങ്ങനെയാണ്, സ്പോട്ടിൽ പ്രതികരിക്കും. ഈ സ്ത്രീ ഒരിക്കലും പ്രതികരിക്കുന്നില്ല. അവൻ്റെ കയ്യിൻ്റെ അടുത്തേക്ക് തന്നെ മാറുകൊണ്ട് കൊണ്ടുപോയിട്ട് അത് മുട്ടാൻ ഭാഗത്തിൽ ഇങ്ങനെ തട്ടി കൊടുക്കുന്നത് കാണുന്നില്ലേ? കണ്ടിട്ടില്ലായിരുന്നോ? അതാണോ ലൈംഗിക അതിക്രമം? പിന്നെ ആ സമയത്ത് ഈ വീഡിയോ എടുക്കുന്ന സമയം വേണ്ടായിരുന്നല്ലോ. അയാൾ കുറ്റം ചെയ്യുന്നതാണെങ്കിൽ ഈ വീഡിയോ എടുക്കുന്ന സമയം വേണ്ട പ്രതികരിക്കാൻ വേണ്ടി അല്ലേ? മുറിഞ്ഞാൽ മരുന്ന് അപ്പം തന്നെ വെക്കണം എന്നാണ്. മുറിഞ്ഞിട്ട് അത് പഴുത്ത് ചീഞ്ഞ് കഴിഞ്ഞിട്ട് അതിന് മരുന്ന് വെച്ചിട്ട് കാര്യമുണ്ടോ? അപ്പം തന്നെ മരുന്ന് വെക്കുമ്പോഴല്ലേ നമുക്കതിൻ്റെ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുക. ഇങ്ങനെ ലൈംഗിക അതിക്രമമായിരുന്നു എങ്കിൽ ആ നിമിഷത്തിൽ തന്നെ പ്രതികരിച്ചൂടെ? ആ വീഡിയോ എടുത്ത് വീട്ടിൽ 1-2 തവണ അത് എഡിറ്റ് ചെയ്ത് അല്ലേ, അപ്ലോഡ് ചെയ്ത്
അതുകൊണ്ടാണ് പറയുന്നത് ഈ പ്രതികരണം എന്ന് പറയുന്നത് സ്പോട്ടിലുണ്ടാകുന്ന ഒരു സംഭവമാണ്. ഈ കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസം ഒക്കെ കഴിഞ്ഞിട്ട് പ്രതികരിക്കുന്നത് ആസൂത്രിതമായ ഒരു പ്രതികരണമാണ്. അതിൽ നമുക്ക് എന്തൊക്കെ പറയണം എന്തൊക്കെ പറയേണ്ട എന്ന് നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടാണ് ആ ഒരു പ്രതികരണം ഉണ്ടാവുക. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഇനി ഇത്തരത്തിലുള്ള വീഡിയോകൾ എടുക്കുമ്പോൾ മറ്റുള്ളവരെ കൊലക്ക് കൊടുക്കുന്ന രീതിയിൽ ആരും എടുക്കരുത്. കാരണം ഇന്നിപ്പോൾ ഈ ദീപകിൻ്റെ വേർപാട് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു വേർപാടായി മാറിയിരിക്കുകയാണ്. ഇതിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും പ്രതികരിക്കുന്നുണ്ട്. ഈ ഒരു നിമിഷത്തിൽ ഒന്ന് പറയാനുള്ള ആ അച്ഛനും അമ്മക്കും ഇത് താങ്ങാനുള്ള കരുത്തുണ്ടാവട്ടെ. ഇത്തരത്തിലുള്ളൊരു വീഡിയോ എടുത്ത് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഷിംജിത എന്ന സ്ത്രീക്ക് മാതൃകാപരമായ ഒരു ശിക്ഷ ലഭിക്കാൻ ഇടയാവട്ടെ. ഇത് മറ്റുള്ളവർക്ക് മാതൃകയാവട്ടെ. മറ്റുള്ളവർ ഇതിൽ നിന്നൊരു പാഠം പഠിക്കട്ടെ. ദീപകിന് ആത്മപ്രണാമം അർപ്പിച്ചുകൊണ്ട്